അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ നിങ്ങളുടെ ഓരോ നേതാക്കൾ പ്രവർത്തകരൊക്കെ ഇപ്പോൾ 8 പേർ അറസ്റ്റിലായി. ഇപ്പോൾ 9ാമത്തെ ആൾ കീഴടങ്ങി, IP ബിനു കീഴടങ്ങി എന്ന വാർത്തയാണ് വരുന്നത്. ഇന്നലെ നടന്ന സംഭവങ്ങൾ അത് പ്രകോപനം കൊണ്ട് സംഭവിച്ച ഒന്നാണ്. അതായത് പ്രവർത്തകർ അങ്ങനെ വന്നതാണ്, നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനെ ന്യായീകരിക്കുന്ന ഒരു സമീപനം നേതാക്കളിൽ നിന്ന് വരികയാണോ? അക്രമം എന്നാൽ ഇതല്ല എന്ന M സ്വരാജിന്റെ പ്രസംഗത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ല, ഇന്നലെ എന്താണ് കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും നടന്നതെന്ന് നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ ലൈവായിട്ട് കണ്ടിട്ടുള്ളതാണ്. വളരെ പക്വതയോടെ തന്നെയാണ് നേതൃത്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും ഈ വിവരം അറിഞ്ഞു വരുന്ന പ്രവർത്തകർ അവരുടേതായിട്ടുള്ള ഒരു എതിർപ്പ് വികാരം പ്രകടിപ്പിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാൾവഴികൾ പരിശോധിച്ചാൽ സഖാവ് പിണറായി വിജയന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സഖാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു, അദ്ദേഹത്തിന്റെ താമസ സ്ഥലം റെയ്ഡ് ചെയ്തു എന്ന രൂപത്തിലുള്ള വാർത്ത പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേട്ടറിഞ്ഞു വരുന്ന പാർട്ടി സഖാക്കളുടെ ഒരു പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ എക്സലോജിക് കമ്പനിയുടെ ഉടമയ്ക്കെതിരെ കേസുണ്ടെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൻസ് കൊടുക്കാം, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം, രേഖകൾ ഹാജരാക്കാൻ പറയാം. അപ്പൊ നമുക്കറിയാം, ഈ 2 കമ്പനികൾ തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കമ്പനികാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 അന്വേഷണം ആരംഭിച്ചു. സെക്ഷൻ 210 പ്രകാരം ആദ്യം ആരംഭിച്ചു. ജനുവരി മാസം 2024 ആരംഭിച്ചത്. ആ മാസം അവസാനം തന്നെ SFI അന്വേഷണം ഏറ്റെടുത്തു. SFIയുടെ അന്വേഷണം ഇപ്പോഴും പെൻഡിംഗ് ആണ്. കമ്പനികാര്യ വകുപ്പിന്റെ അന്വേഷണം പെൻഡിംഗ് ആണ്. ഡൽഹി ഹൈക്കോടതി ഈ 2 കേസുകളും സ്റ്റേ ചെയ്തു, തുടർ നടപടി പാടില്ല എന്ന് പറഞ്ഞു. കേരള ഹൈക്കോടതിയും അതിൽ കൊഗ്നിസൻസ് എടുക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് 2 കമ്പനികൾ തമ്മിലുള്ള തർക്കം പൂർണ്ണമായും 2 ഭരണഘടനാ കോടതിയുടെ സ്റ്റേയിലാണ്. അപ്പൊ അതവിടെ നിന്നു. ഇതിനിടയിൽ SFIO ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്ന രൂപത്തിൽ പത്രങ്ങളിൽ വാർത്ത വന്നു. ആ വാർത്ത വന്നപ്പോൾ CMRL ഹൈക്കോടതിയെ സമീപിച്ചു, ഇത്തരത്തിൽ ED ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു എന്ന രൂപത്തിൽ. അതിനിടയിൽ അവർക്ക് സമൻസ് കിട്ടി, CMRLന് കിട്ടി, 4 ഉദ്യോഗസ്ഥന്മാർക്ക് സമൻസ് കിട്ടി. 2 വർഷത്തോളം കേരള ഹൈക്കോടതിയിൽ ആ കേസ് പെൻഡിംഗ് ആയിരുന്നു. ഹൈക്കോടതി മിനിങ്ങാന്ന് ആ കേസിൽ വിധി പറഞ്ഞു, ഇത് സമൻസ് ആണ്, സമൻസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ഫ്രം ദി കോർട്ട് ഓർ ഇൻവിറ്റേഷൻ ഫ്രം ദി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, അത് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആണ്, FIR ഒന്നും നിലവിലില്ല എന്നതാണ് ഇതിൽ ED റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോകട്ടെ. ഏതെങ്കിലും തരത്തിൽ ഇതിൽ എക്സലോജിക് കമ്പനിയുടെ ഉത്തരവാദിത്തികൾ അതിൽ സംശയമുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ടതാണ്, രേഖകൾ പരിശോധിക്കേണ്ടതാണെങ്കിൽ ഒരു സമൻസ് അയച്ചാൽ ഹാജരാകുമല്ലോ. ഇപ്പോൾ FSIO സമൻസ് അയച്ചു, SFIO സമൻസ് അയച്ചപ്പോൾ ഹാജരായി, ചെന്നൈയിൽ ഹാജരായി, ഡോക്യുമെന്റ് ഹാജരാക്കി. ഇതൊക്കെ നമ്മൾ പല ഘട്ടത്തിലും ചർച്ചയുടെ ഭാഗമായിട്ടിരുന്ന് അന്നത്തെ നാൾ വഴികൾ ചർച്ച ചെയ്തതാണ്. അത്തരത്തിൽ ഒരു വിവരം ചോദിച്ചാൽ കൊടുക്കാത്തയാളോ, രേഖ ഹാജരാക്കാത്തയാളോ, സമൻസ് അയച്ചിട്ട് വരാത്തയാളോ അല്ല എക്സലോജിക് കമ്പനിയുടെ ഉടമ. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്കൊന്നും പോകാതെ ഏകപക്ഷീയമായി പുലർച്ചെ വീട്ടിൽ കയറി, പ്രധാനമായും കണ്ണൂരിലെ വീട്, അതുപോലെ തന്നെ കോഴിക്കോട് വീട്, മുഖ്യമന്ത്രിയുടെ വാടക വീട് അടക്കം കയറി റിസർച്ച് നടത്തുന്ന തരത്തിലേക്ക് വന്നു. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതിൽ കോർണർ ചെയ്യുന്നത് സഖാവ് പിണറായി വിജയനെയാണ്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും വീണ വിജയന്റെ വീട്ടിലേക്ക് ED വന്നു എന്ന രൂപത്തിലല്ല, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, 2 ദിവസം നീണ്ടു നിൽക്കാം ഈ സെർച്ച് എന്ന രൂപത്തിലാണ് വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന സ്വാഭാവികമായിട്ടും ഉള്ള പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. സംഭവ സ്ഥലത്തേക്ക് വരും, അവരുടേതായിട്ടുള്ള ഒരു വികാരം കാണിക്കും. ഞങ്ങൾ ഒരിക്കലും അക്രമത്തിന് കൂട്ടുനിൽക്കുന്നില്ല, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ഇന്നലെ കണ്ണൂരിലെ തിരുവനന്തപുരത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ശ്രീ V ശിവൻകുട്ടി ഉൾപ്പെടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും പിരിച്ചുവിടാനും അതുപോലെ തന്നെ അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള മാർഗമാണ് സ്വീകരിച്ചത്. SFIയുടെയും DYFIയുടെയും എല്ലാം മാർച്ച് വരുമ്പോൾ അവിടുന്ന് പ്രകടനമായിട്ട് തന്നെ അത് പോയി അവിടുന്ന് ഉള്ള ഒരു ജനക്കൂട്ടത്തെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിനിടയിലാണ് ആ മോബിനുള്ളിലേക്ക് ED ഉദ്യോഗസ്ഥന്മാർ ഏകപക്ഷീയമായിട്ട് ഇറങ്ങുന്നു. പോലീസ് ഉണ്ടല്ലോ, പോലീസിന് പറഞ്ഞു കൊടുക്കാം ഇത്തരത്തിൽ ഒരു മോബാണ്, അത് ചിലപ്പോൾ പ്രതിഷേധം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, അവർക്ക് സുരക്ഷ കൊടുക്കേണ്ടത് പോലീസാണ്. അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യമാണ്, അവിടെയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. ഏതെങ്കിലും ED ഉദ്യോഗസ്ഥനെ ആക്രമിക്കണമെന്നോ പരിക്കേൽപ്പിക്കണമെന്നോ അതിന് ഉദ്ദേശമില്ല. ഇത്തരത്തിലുള്ള അങ്ങ് എല്ലാ ദൃശ്യങ്ങളും കണ്ടു എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും കണ്ട ദൃശ്യങ്ങളിൽ അങ്ങ് കണ്ടതാണ് അവിടെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥർ വരുന്ന വാഹനത്തിന് നേരെ ഇഷ്ടികയും കല്ലും കൊണ്ട്, കരിങ്കല്ലും കൊണ്ട് ആ ചില്ലടിച്ച് തകർക്കുന്നുണ്ട്.
ചില്ലിനകത്തുകൂടെ കൈയിടുന്നുണ്ട്, ആ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിൽ വനിതാ ED ഉദ്യോഗസ്ഥരടക്കമുണ്ടായിരുന്നു, അതിൽ ചിലർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതൊക്കെ കണ്ട ശേഷവും അക്രമമല്ല എന്ന് പറയുന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞതിന്റെ അടുത്ത വകഭേദമാണോ എന്ന് സംശയിക്കുമ്പോൾ അതിനെ കുറ്റം പറയാനാകുമോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങീ പറഞ്ഞ ഇത് വീണ തൈക്കണ്ടി എന്ന ഒരു വ്യക്തിക്കെതിരെയുള്ള കേസാണ്, അത് അവർ കൈകാര്യം ചെയ്തോളും പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം വന്ന ഘട്ടത്തിൽ എന്തിനാണ് CPM സെക്രട്ടേറിയറ്റ് ആദ്യം പ്രസ്താവന ഇറക്കിയത്? ഓർമ്മയില്ലേ? ഈ കേന്ദ്ര ഏജൻസി വന്ന ഘട്ടത്തിൽ എന്തിനാണ് CPM നേതൃത്വം ഈ അന്വേഷണം ഏറ്റെടുത്തത്, അന്വേഷണത്തോട് പ്രതികരിക്കുന്നത് ഏറ്റെടുത്തത്? അത് വീണ തൈക്കണ്ടി തന്നെ കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ? ഈ കേസ് എന്താണ്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രൂപത്തിൽ ഈ പറഞ്ഞ മാസപ്പടി കിട്ടി എന്നുള്ളതാണ്. മാസപ്പടി എന്ന പ്രയോഗത്തോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടാകാം, പക്ഷെ മാസം കൊടുക്കുന്നതിനെ മറ്റൊരു വാക്കിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലേ? വീണ വിജയന് എത്രയാണ് കിട്ടിയത് എന്ന കണക്കുകൾ ഇപ്പോൾ ഈ SFIയുടെ റിപ്പോർട്ടിലുണ്ടല്ലോ. SFIയുടെ റിപ്പോർട്ടിൽ 2.78 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ്. അതിൽ വീണയ്ക്ക് മാസം 5 ലക്ഷം, കമ്പനിക്ക് 3 ലക്ഷം എന്ന് പറയുമ്പോൾ മാസം കൊടുത്ത തുകയുടെ കണക്കാണ് വരുന്നത്. അങ്ങീ പറയുന്ന ഈ ടാക്സ് അടച്ചു എന്നുള്ള കണക്കുകൾ പറയുമ്പോൾ സേവനം എന്താണ് എന്ന് ഇതുവരെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൾ എന്ന കാര്യത്തിലാണ് ആ മകൾക്ക് ഈ സേവനം ചെയ്യാതെ തന്നെ ഈ പണം നൽകിയത് എന്നുള്ളതാണ്. അതുകൂടാതെ കൊടുത്ത കടത്തിൻ്റെ കണക്കുമുണ്ട്. എന്താണ് ഈ സേവനം എന്ന് പറയുന്നതിൽ എന്താണ് തടസ്സം? അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇത് പാർട്ടി ഏറ്റെടുത്ത സ്ഥിതിക്ക് പാർട്ടി തന്നെ വിശദീകരിക്കണമല്ലോ എന്താണ് സേവനമെന്ന്. വലിയ ചോദ്യമാണ്, നീണ്ട ചോദ്യം, അതുകൊണ്ട് തന്നെ ഉത്തരം പറയാൻ സമയം തന്നെ. താങ്കൾ ആദ്യം ചോദിച്ച ആക്രമണം എന്ന രൂപത്തിലാണ്. ഞാൻ അങ്ങക്ക് ഇപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ബാംഗ്ലൂരിൽ ED ഓഫീസിലേക്ക് കടന്നു കയറി അവരുടെ മുറ്റത്ത് കിടന്ന കാറ് കത്തിച്ചതും ബസ് കത്തിച്ചതുമായിട്ടുള്ള വാർത്തകളാണ്. അത് രാഹുൽ ഗാന്ധിയെ ED ചോദ്യം ചെയ്ത ദിവസമാണ്. അതേപോലെ തന്നെ മുംബൈയിൽ 3 ദിവസം ED ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ഒരാളെ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ അടക്കം വാർത്താ ലിങ്കുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദിൽ ED ഓഫീസിലേക്ക് കോൺഗ്രസ് അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയ വാർത്തകളാണ്. ഇതൊക്കെ കോൺഗ്രസ് നടത്തി, അതുകൊണ്ട് ഞങ്ങൾ നടത്തും എന്ന് ഞാൻ പറയുകയില്ല. മറിച്ച് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രിയപ്പെട്ട നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കാൻ ഉള്ള ഇടപെടൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ സ്പോണ്ടേനിയസ് ആയി സ്വാഭാവികമായിട്ടൊരു പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഞാനത് നിഷേധിച്ചിട്ടില്ല. അതിനൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രതികരണമാണ്. 8 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസ് കൃത്യമായി കേസിന്റെ വഴിക്ക് പോകട്ടെ. അതൊരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്തേ കണ്ണൂർ ഉണ്ടാകാത്തത്? എന്തേ കോഴിക്കോട് ഉണ്ടാകാത്തത്? തിരുവനന്തപുരത്തും അത് ഒഴിവാക്കാൻ നേതൃത്വം പരമാവധി ശ്രമിച്ച് അത്തരത്തിലൊരു സാഹചര്യം വന്നു. അപ്പോൾ ആ ബാംഗ്ലൂരുള്ള വീഡിയോ ഒക്കെ അടക്കമൊന്ന് കാണണം. അത് ബസ് വരെ കത്തിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചു പാർട്ടി ഇത് മുഴുവൻ ഏറ്റെടുത്തു എന്ന്. പാർട്ടിക്കെതിരെ, പ്രത്യേകിച്ച് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം വരുമ്പോൾ പാർട്ടി പ്രതിരോധിക്കും. അതൊരു പാർട്ടിയുടെ കടമയാണ്. ആ എക്സലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആരും ആ കമ്പനിയുടെ വക്കാലത്ത് പറയാൻ വരുന്നില്ല. മുഖ്യമന്ത്രിയെ കണക്ട് ചെയ്യുമ്പോൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിരോധിക്കേണ്ട മാർഗം പ്രതിരോധിച്ചിട്ടുണ്ട്, ഇനിയും പ്രതിരോധിക്കും. അത് പാർട്ടി ഏറ്റെടുത്തു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അങ്ങനെ പാർട്ടി ഏറ്റെടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ക്ലിപ്പിംഗോ പത്രവാർത്തയുണ്ടെങ്കിൽ താങ്കൾ അത് കാണിക്കും. ഈ നിങ്ങളുടെ വിശദീകരണം, ഈ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന തന്നെ പിണറായിക്കെതിരെയുള്ള വേട്ട എന്ന നിലയ്ക്കായിരുന്നല്ലോ. അന്ന് വീണ തൈക്കണ്ടിക്കെതിരെ അന്വേഷണം വരുന്ന ഘട്ടത്തിൽ അത് പാർട്ടി അതിനോട് പ്രതികരിക്കുകയായിരുന്നു ആദ്യം തന്നെ. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ അന്വേഷണം വന്നിരിക്കുന്നത് വീണ തൈക്കണ്ടിക്കെതിരെയാണ്. എന്തിനാണ് പിണറായി വിജയനാണ് എതിരെയാണെന്ന് നിങ്ങൾ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത്? അങ്ങനെ ഒരു തെളിവ് നമുക്കിപ്പോൾ വന്നിട്ടില്ലല്ലോ. അത് പിന്നീട് വരുമായിരിക്കാം. ഇപ്പോഴെന്തായാലും അങ്ങനെ ഒന്നും വന്നിട്ടില്ലല്ലോ. അങ്ങീ പറഞ്ഞ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ശ്രീ രാജു പി നായരോട് ചോദിക്കാം, കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്. പക്ഷേ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം എന്നുള്ളത് ആദ്യം കേൾക്കുന്നതാണ്. അത് നിങ്ങളുടെ പ്രവർത്തകർ ചെയ്തതാണ്. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിയാത്ത നേതൃത്വമാണോ അവിടെ ഉണ്ടായിരുന്നത്? പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ തലസ്ഥാനത്ത് മുൻനിരയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ രൂപത്തിൽ പ്രതികരണം ഉണ്ടായതെങ്കിൽ നേതാക്കൾക്ക് ഇത് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണോ? അതിന്റെ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടല്ലോ. നേതാക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത പ്രവർത്തകർ എന്നാണോ അതിന്റെ അർത്ഥം? പറഞ്ഞോളൂ. അതെ, ആദ്യത്തെ വലിയ ചോദ്യത്തിന് പകുതി ഉത്തരം പറഞ്ഞപ്പോഴേക്കും താങ്കൾ മറ്റൊരു വലിയ ചോദ്യം ചോദിച്ചു. എനിക്ക് ഒരു എതിർപ്പുമില്ല, എനിക്ക് സമയം തന്നാൽ മതി. ഒറ്റ കാര്യം, താങ്കൾ പറഞ്ഞു പിണറായി വിജയനെതിരായിട്ടുള്ള ആക്രമണം അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ, അപമാനിക്കാൻ, അതിലൂടെ പാർട്ടിയെ അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും എന്നാണ് എല്ലാ ഘട്ടത്തിലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPMന്റെ നേതാക്കന്മാരും പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ വീണ ടിക്കെതിരായിട്ടുള്ള ആക്രമണം, വീണ ടിയെ അപമാനിക്കാൻ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ഇന്നലെ താങ്കൾ ഉൾപ്പെടെ രാവിലെ 7 മണി മുതൽ ലൈവ് ചെയ്തത് ശ്രീ പിണറായി വിജയന്റെ വീട്, കണ്ണൂരുള്ള വീട്, പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു, 2 ദിവസത്തേക്ക് വരെ ചോദ്യം ചെയ്യൽ നീളാം എന്ന രൂപത്തിൽ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾക്ക്, ഈ പാർട്ടിയുടെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കൾക്ക് സ്വാഭാവികമായും അങ്ങോട്ട് വരണം, അതെന്താണെന്ന് അന്വേഷിക്കണം, പ്രതിരോധിക്കണം, പ്രതികരിക്കണം എന്നുണ്ടാകും. പിന്നെ താങ്കൾ ഇപ്പോഴും ആവർത്തിച്ചു, ആദ്യമായി കേൾക്കുന്നു, ED ആക്രമിക്കുന്നു, ആദ്യമായി കേൾക്കുന്നു. ആദ്യമായിട്ടല്ല, സൗകര്യവും സമയവും കിട്ടുമ്പോൾ ഞാൻ അയച്ചു തന്ന ലിങ്ക് ഒന്ന് വായിക്ക്. ഇവിടെ ED ഓഫീസിൽ കയറി അവിടുത്തെ വണ്ടി, ബസ്, കാറ് കത്തിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ്. എന്ത് ചെയ്യും? അപ്പൊ ആദ്യ സംഭവം ആവണം എങ്ങനെ? ആദ്യ സംഭവമല്ല, ഇത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഒരു കാര്യം, ഇതിൽ ദയവായി താങ്കൾ ഇടപെടരുത്. ഒന്ന്, എന്താണ് ഈ കേസ്? ഈ കേസ് 2013 മുതൽ 19 വരെ CMRL കമ്പനി ആദായ നികുതി വകുപ്പിൽ ബോഗസ് ആയിട്ടുള്ള കണക്ക് കാണിച്ചു. എത്ര? 135.4 കോടി രൂപ. അതിൽ 1.72 കോടി രൂപ എക്സലോജിക്കലിന്, ബാക്കി 134 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക്, പത്രം പ്രവർത്തകർക്ക്, സമുദായ സംഘടനകൾക്ക്, അമ്പലങ്ങൾക്ക്, പള്ളികൾക്കെല്ലാമാണ്. ഇത് ഉൾപ്പെടെ ഉള്ള തുക 134 കോടി അവിടെ നിൽക്കുന്നു. 1.72 ഈ 1.72 കോടിയിൽ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ആ സെറ്റിൽ ചെയ്ത് വിടുന്നു. മൊത്തത്തിൽ സെറ്റിൽ ചെയ്യുന്നു. ആ സെറ്റിൽ ചെയ്യുന്നതിൽ ഇങ്ങനെ വീണ വിജയന്റെ പേര് പറയുന്നു, എക്സലോജിക്കിന്റെ പേര് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ വിജയനോ എക്സലോജിക്കിനോ കേട്ടിട്ടില്ല, ഒരു സമൻസ് അയച്ചിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ള വിഷയമാണ് ഇപ്പോൾ 2 ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നീട് ചോദ്യം ചെയ്തു, സമൻസ് അയച്ചു, ഹാജരാക്കി, ഡോക്യുമെന്റ് ഹാജരാക്കി, ബാങ്ക് അക്കൗണ്ട് ഹാജരാക്കി, ഇൻകം ടാക്സ് കൊടുത്തതിന്റെ, GST കൊടുത്തതിന്റെ, IGDS കൊടുത്തതിന്റെ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഹാജരാക്കി. എന്തു തർക്കമുണ്ടോ? അന്വേഷണ ഏജൻസിക്ക് ചോദിക്കാം, സമൻസ് അയക്കാം, രേഖ ആവശ്യപ്പെടാം. അതിന് തയ്യാറാണല്ലോ, തയ്യാറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പിന്നെ 2ാം ഘട്ടം ED എന്നെ അന്വേഷിക്കുന്നത് കള്ളപ്പണമുണ്ടോ? ഏതില്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വഴി GST, IST, TDS കൊടുത്തതിൽ ഏതായാലും കള്ളപ്പണം ഉണ്ടോ എന്ന് സംശയം വരില്ല. കള്ളപ്പണം ഏതാ? 134 കോടി. അവിടെ കുറെ പേരുണ്ട്, ഞങ്ങൾ ലക്ഷങ്ങൾ കോടികൾ മേടിച്ചിട്ടുണ്ട്, പാർട്ടിയുടെ ആവശ്യത്തിന് മേടിച്ചു. ഒരു പാർട്ടിയുടെ ആവശ്യത്തിന് മേടിക്കുമ്പോൾ എത്ര രൂപ മേടിക്കാം? അത് അക്കൗണ്ട് വഴിയാണോ? അത്തരം സമ്മതിച്ച ആളുകളൊക്കെ ഇവിടെ നിൽക്കുക. അവരോടൊന്നും ചോദിക്കാതെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് കേന്ദ്രീകരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ പാർട്ടി പ്രതിരോധിക്കുന്നത്. Debate with Smriti Parithikar.